സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാമത്തെ ആഴ്ചയിലെ എവിക്ഷനിൽ ആരാകും പുറത്തേക്ക് പോകുന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരാഴ്ച എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു കൺഫർമേഷൻ ഇല്ല. കാരണം അടുത്ത ഒരാഴ്ച ടിക്കറ്റ് ടു ഫിനാലെ വീക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് 10 കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ടായിരിക്കും ബിഗ് ബോസ് നോർമലി ടിക്കറ്റ് ടു ഫിനാലെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 11ാമത്തെ ആഴ്ച എവിക്ഷൻ ഫ്രീ ആക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല, ഇനി പുതിയൊരു ട്രെൻഡുമായിട്ട് ബിഗ് ബോസ് വരികയാണ്, ഒരു മാറ്റിപ്പിടിക്കലാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരാളെ ചിലപ്പോൾ എവിക്റ്റ് ആക്കി വിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ ഒരു 11ാമത്തെ ആഴ്ച. എന്താണെങ്കിലും നമുക്ക് നോക്കാം. നിലവിൽ 6 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസിൽ കിടക്കുന്നത്. ഷാനവാസ്, നൂറ, ലക്ഷ്മി, അക്ബർ, നെവിൻ, ആര്യൻ. ഇവരിൽ സേഫ് ഒരു പരിധി വരെ ഷാനവാസിന് നല്ലൊരു പ്രേക്ഷക പിന്തുണയോടുകൂടി സേഫ് ആണെന്ന് പറയാം. ബാക്കി 5 കണ്ടസ്റ്റൻസും ഡേഞ്ചർ സോണിൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നേരിയ വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ 5 കണ്ടസ്റ്റൻസ് തമ്മിൽ നിലവിൽ കാണാനുള്ളൂ. അപ്പൊ പല ഓഡിയൻസ് ട്രെൻഡും അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില പോളുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നു, ചിലർ പുറകിൽ നിൽക്കുന്നു, അങ്ങനെ പോകുന്നു എന്നതല്ലാതെ ഒരു ഹ്യൂജ് വോട്ടിന്റെ മാർജിനിൽ ആരും തന്നെ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. ഷാനവാസ് മാത്രമാണ് കുറച്ചെങ്കിലും പ്രേക്ഷക സപ്പോർട്ടോടുകൂടി സേഫ് സോണിൽ എന്ന് പറയാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി, നെവിൻ എന്നിവർക്ക് നല്ല രീതിയിലുള്ള വോട്ട് കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നൂറ, അക്ബർ, ആര്യൻ എന്നിവരെ വെച്ച് നോക്കുമ്പോൾ നെവിനും ലക്ഷ്മിക്കുമാണ് വോട്ട് കുറവ് കാണുന്നത്. എന്നാൽ പോലും ചില പോളുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് വോട്ട് കുറവ് കാണുന്നുണ്ട്, ചിലതിലാണെന്നുണ്ടെങ്കിൽ ആര്യന്, ചിലതിലാണെന്നുണ്ടെങ്കിൽ അക്ബറിന്. ബട്ട് ലക്ഷ്മിക്കും നെവിനുമാണ് മിക്ക പോളുകളിലും ഏറ്റവും ലീസ്റ്റ് വോട്ടുമായിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു 11ാമത്തെ ആഴ്ചയിൽ ഒരു എവിക്ഷൻ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരാൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി, നെവിൻ ഇവരിൽ ഒരാളാകാനാണ് സാധ്യത കൂടുതൽ. നൂറ, അക്ബർ, അതുപോലെ തന്നെ ആര്യൻ എന്നിവരെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ബിഗ് ബോസ് ഒരു ടിസ്റ്റിൽ ഒരു എവിക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറയെ തൂക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എന്താണെങ്കിൽ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്തിരിക്കുക. ആരായിരിക്കും ഈ ഒരു 11ാമത്തെ ആഴ്ചയിൽ ഒരു എവിക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുക എന്നൊക്കെ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.